പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകാൻ പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം ദൈവവചനവുമായിട്ട് ഈ ലഘു സന്ദേശത്തിലൂടെ നിങ്ങളെ കാണാൻ, നിങ്ങളോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഭാഗമാണ് പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നുള്ള വിടുതൽ. അതിനകത്ത് ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കാൻ പോകുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 12-ാം അധ്യായം 13 വായിക്കും. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ച്. വിശ്വസിക്കാമോ? ഈ ദൂത്, ഇത് വചനമാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അന്വർത്ഥമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കടന്നു പോകുന്ന ഇതുപോലുള്ള ചില സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വചനം നമുക്ക് വേണ്ടി ചലിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. അതിന് നമ്മളിൽ നിന്ന് വേണ്ടത് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഞാൻ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവമേ അവിടുത്തെ ഒരു വിടുതൽ അയക്കണമേ. ആമേൻ. അങ്ങനെ ദൈവം വിടുതൽ അയക്കുമ്പോൾ ചിലപ്പോൾ മാനുഷികമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ദൈവം ചില ചെയ്യുന്നത്. അകമ്പടി നായകൻ എലീശയോട് പറയുന്നൊരു പദമുണ്ട്, സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലേ നടക്കത്തില്ല. പക്ഷെ എലീശ പറഞ്ഞു, എടാ നടക്കും, നീ അത് കാണും, പക്ഷെ എനിക്കത് തിന്നാൻ പറ്റത്തില്ല. മോശ ദൈവത്തോട്, കർത്താവേ, നീ ഈ മരുഭൂമിയിൽ ഈ ജലത്തിന് എങ്ങനെ ഇറച്ചി കൊടുക്കുന്നത്? നീ കാളെ ഇറക്കാൻ പോവാം, ആടിനിറക്കാൻ പോവാം. ദൈവം പറഞ്ഞില്ല, നീ പോയി കിടന്നുറങ്ങിക്കോ, എൻ്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തി തരാം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ട കാഴ്ച, കാട വന്ന് പാളയത്തെ മുഴുവനും മൂടുക. എന്താ ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുന്നത്? ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതുപോലെ ഈ 2025 ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മൈൻഡിനെ പര്യാപ്തമാക്കണം. എങ്കിലേ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറത്തുള്ളൂ. നോക്കിയേ, ഇവിടെ പത്രോസിൻ്റെ ആ വിടുതൽ, രോദ എന്ന് പറയുന്നൊരു കൊച്ചു പെൺകുട്ടി, ബാല്യക്കാരി എന്നാണ് അവിടെ പറയുന്നത്. ആ ബാല്യക്കാരത്തിക്ക് മനസ്സിലായി, അവൾക്കത് തിരിച്ചറിയാൻ പറ്റി. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സീനിയോറിറ്റിയുള്ള അമ്മാമ്മമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ ചുമ്മാ ആയിരിക്കൊച്ചേ, പത്രോസ് വിടുവിക്കപ്പെടുമെന്ന് എന്തോ ഈ പറയുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാ? പത്രോസിൻ്റെ വിടുതലിന് വേണ്ടിയാ. അപ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ചിന്തയോടെ അവർ പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ആകരുത് കേട്ടോ. പിന്നെ എങ്ങനെ ആകണം? ആ രോദ എന്ന് പറയുന്ന ആ ബാല്യക്കാരി പെൺകുട്ടിയെ പോലെ നമ്മളാകണം. അവളെന്തുവാ ചെയ്തത്? പ്രാർത്ഥിക്കുന്ന കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലായ്പ്പോഴും യഹോവയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുന്നതിന് പ്രത്യാശയ്ക്ക് പങ്കും വരത്തില്ല. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുന്ന ജോലി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കണം. ആ യാത്ര പ്രതീക്ഷിക്കണം, ലഭിച്ചു, കിട്ടി, അത് നടന്നു. ആ വിവാഹം പ്രതീക്ഷിക്കണം, നടന്നു. ആ തലമുറ പ്രതീക്ഷിക്കണം, നടന്നു. ആ വീട് പണി പൂർത്തിയായി, അതിനകത്ത് സ്വസ്ത്രത്തോടെ കയറുന്നത് പ്രതീക്ഷിക്കണം. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അനുഭവം, അരാരാത്രി ദൈവം ഉറപ്പിച്ചതുപോലെ സ്വന്തമായ ലാൻഡ് കർത്താവ് തന്നു, വിശ്വസിക്കണം. അതിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭവനം ദൈവം തന്നു. സന്തോഷത്തോടെ അതിനകത്ത് കഴിയുന്നു. നടന്നു പോകുന്നവർക്ക്, 2 വീലറിൽ പോകുന്നവർക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വാഹനങ്ങൾ തരുന്നു. വിശ്വാസത്താൽ പ്രതീക്ഷിക്കണം. സംഭവിക്കും കേട്ടോ, ഒരു സംശയമില്ല, സംഭവിച്ചിരിക്കും. ഇവിടെ നോക്കിയേ, പത്രോസിൻ്റെ വിടുതൽ ചെന്ന് പറയുമ്പോൾ, തറപ്പിച്ച് ഇവിടെ പറയുമ്പോൾ പറയും, ചിലപ്പോൾ അവൻ്റെ ദൂതനാ വിടുവിച്ച്. പക്ഷെ ഇത് പത്രോസാ. കതവ് തുറന്നാറായി, പടിവാതിൽ തുറന്നാറായി. വചനം പറയുന്നു, അവർ വിസ്മയിച്ചു, അവനെ കണ്ട് വിസ്മയിച്ചു. ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് പറഞ്ഞുകൊണ്ട് നിർത്താം. ചിലർ കണ്ട് വിസ്മയിക്കാൻ പോവാം.
ശൂന്യമായിരുന്ന പടകിനെ, പത്രോസിൻ്റെ പടകിനെ കർത്താവ് നിറച്ചപ്പോൾ വചനം പറയുക, ഹല്ലേലൂയ, അവന് കൂടെയുള്ളവർക്കും ആ മീൻപിടുത്തത്തിൽ സംഭ്രമം പിടിച്ചിരുന്നു. ജീവിതകാലം മുഴുവനും ഗലീല കടലിൽ ആമേൻ മൂങ്ങാങ്കുഴിയിട്ടും ആമേൻ വലയെറിഞ്ഞും എങ്ങനൊക്കെ മീൻ പിടിക്കാം, ആ രീതിയിലെല്ലാം മീൻ പിടിച്ച മനുഷ്യനായി പത്രോസ്. പക്ഷെ അന്ന് രാത്രി ചില ശൂന്യതകൾ അവൻ്റെ ജീവിതത്തിൽ വന്നത് സംഭ്രമം പിടിക്കത്തക്ക വിധത്തിലുള്ളൊരു നന്മയിലേക്കായെങ്കിൽ ആമേൻ ഈ ദിവസങ്ങളിൽ ചില തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ വിശ്വസിക്കുക, ഇതൊരു വലിയ ഉയർച്ചയിലേക്ക് ദൈവം മാറ്റാൻ പോവാം, ഒരു വലിയ അഭിവൃദ്ധിയിലേക്ക് ദൈവം മാറ്റാൻ പോവാം, വലിയൊരു മാന്യതയിലേക്ക് കർത്താവ് മാറ്റാൻ പോവാം. അങ്ങനെ തന്നെ സംഭവിക്കും. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ നീതിയുള്ള കരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ കരം ഇവിടെ വെളിപ്പെട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ വചനത്തിൻ്റെ ജീവൻ സംഭ്രമം പിടിക്കത്തക്ക വിധത്തിൽ വിസ്മയിക്കുന്ന രീതി ഉണ്ടാകട്ടെ. ബ്ലസ്സിന് പ്രാർത്ഥിക്കുന്നു യേശുവി നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.